ഇപ്പം ഒരു രണ്ടാം ഘട്ടമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആഗസ്റ്റ് പകുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സാവകാശം ഇല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികൾക്ക്. ഓൾ ഇന്ത്യ തലത്തിലുള്ള അഡ്മിഷൻ അത് ഈ 21-ാം തീയതി ആരംഭിക്കും. ഒറ്റ അവസരമേ ഉള്ളൂ. പലർക്കും അബദ്ധം പറ്റും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ചർച്ച ചെയ്തതാണ്. നമ്മളിങ്ങനെ പറഞ്ഞാൽ പോലും മിക്ക കുട്ടികളും കുറേ കോളേജുകളെങ്കിലും ഓപ്ഷൻ വെക്കില്ല. രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ ഒരു കാരണവശാലും ഈ ഓപ്ഷൻ ഒന്നും വെക്കാൻ കേരള എൻട്രൻസ് കമ്മീഷൻ അനുവദിക്കുകയില്ല. അത് ഒരു സ്റ്റേറ്റിലും അനുവദിക്കുകയില്ല. ആ സീറ്റിൽ നമ്മൾ കോളേജിൽ പോയി ചേരുകയും ചെയ്യുക. അതാണ് മെഡിക്കൽ അലോട്ട്മെൻറ്റ്. അത് ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 152-ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, അങ്ങനെ നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളുടെയൊക്കെ തുടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്തെല്ലാമായിരിക്കാം? എല്ലാ അലോട്ട്മെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് ഷെഡ്യൂളിനെ കുറിച്ചാണ്. ഓക്കെ. ഓൾ ഇന്ത്യയുടെയും സ്റ്റേറ്റിൻ്റെയും ഷെഡ്യൂളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അതിൽ MBBS BDS BSc നഴ്സിംഗിൻ്റെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ 4 ഷെഡ്യൂൾ mcc.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓപ്ഷൻ കൊടുക്കേണ്ടത് എപ്പോഴാണ്, അലോട്ട്മെൻറ്റ് വരുന്നത് എപ്പോഴാണ്, കോളേജുകളിൽ ചേരേണ്ട സമയം എപ്പോഴാണ്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും റെഡി ആവണം. അലോട്ട്മെൻറ്റ് ഒന്നും ലഭിക്കാത്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ട്രേ വേക്കൻസി 4ാം ഘട്ട അലോട്ട്മെൻറ്റാണ്. അതിൻ്റെ ടൈമിനെ കുറിച്ച് ഓർത്ത് വെക്കുക. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കൗൺസിലിങ്ങുകൾ, അതാത് സ്റ്റേറ്റുകളുടെ MBBS BDS അലോട്ട്മെൻറ്റ് ഡേറ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഈ 2 സെക്ഷൻ്റെയും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെയും സ്റ്റേറ്റ് അലോട്ട്മെൻറ്റുകളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കുക. ഏത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം, ഏതൊക്കെ അലോട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഒഴിവായി പോകും, അങ്ങനെയുള്ളത് മനസ്സിലാക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്കറിയാം എല്ലാവർക്കും ചേരാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ഓൾ ഇന്ത്യ ആണെങ്കിലും കേരള ആണെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. എവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും മാറുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ അതർ സ്റ്റേറ്റിൻ്റെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന പ്രൈവറ്റ് സീറ്റുകൾക്കുള്ള അലോട്ട്മെൻറ്റുകളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ധാരണ മനസ്സിലാക്കുക. അലൈഡ് കോഴ്സുകൾ, അഗ്രികൾച്ചർ വെറ്റിനറി പോലെയുള്ളതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക. ഈ CUET വഴിയുള്ള ICAR അഡ്മിഷൻ, ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിൻ്റെ അലോട്ട്മെൻറ്റുകൾ, CUET തന്നെ ഡിഗ്രി പ്രോഗ്രാമുകളുടെ പ്രവേശനങ്ങൾ നടക്കുന്നു. ISER എക്സാം, അതിൻ്റെ അലോട്ട്മെൻറ്റ് നാളെ 21 വരികയാണ്. എയിംസ് BSc നഴ്സിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ 2025-26 ഈ അധ്യയന വർഷത്തിലെ പ്രവേശന നടപടികളിലോട്ട് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് കിട്ടിയ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല ഒരു കോഴ്സുകളിലേക്ക് ചേരാനുള്ള കൃത്യമായ സമയമാണ്. അതിൽ തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ്. ഏതിലോട്ടാണ് പോകേണ്ടത്, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ട ധാരാളം സാധ്യതകൾ. അതിലേത് വേണം, അവനവൻ്റെ പാഷനും അവനവൻ്റെ വർക്ക് നമുക്ക് എത്രത്തോളം ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം വർക്ക് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം ഓരോ കോഴ്സിലും നമുക്ക് താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ച് അവനവന് ചേർന്ന കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. ഇപ്പം ഒരു രണ്ടാം ഘട്ടമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആഗസ്റ്റ് പകുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സാവകാശം ഇല്ല. കിട്ടുന്നതിന് ചേരാനേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാത്തിൻ്റെയും തുടക്ക സമയമാണ്. ഈ പറഞ്ഞ എല്ലാം എയിംസ് BSc നഴ്സിംഗ്, കേരള എഞ്ചിനീയറിംഗ്, ISER, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്, കേരള അലോട്ട്മെൻറ്റ്, അതർ സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റുകൾ, മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ്, BPharmൻ്റെ അലോട്ട്മെൻറ്റ്, എല്ലാ അലോട്ട്മെൻറ്റിൻ്റെ സമയമാണിപ്പോൾ. ഇതിൽ ഏറ്റവും നല്ലതേത്? എല്ലാം നല്ലതല്ലേ? തീർച്ചയായിട്ടും എല്ലാം നല്ലതാണ്. എല്ലാത്തിലും ചേർന്നിട്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഇവിടെ ഇപ്പോൾ റെസിഡൻഷ്യൽ ബാച്ച് പഠിച്ചവരാണെങ്കിലും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചവരാണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടൈം പഠിച്ചവരാണെങ്കിലും പഠിക്കേണ്ട രീതിയെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. പരീക്ഷകളെക്കുറിച്ച് അറിയാം. സബ്ജക്റ്റുകൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഏത് മേഖലയിൽ ചെന്നാലും, ഏത് കോളേജിൽ ചെന്നാലും, ഏത് സംസ്ഥാനത്ത് ചെന്നാലും നമ്മുടെ കുട്ടികളായിരിക്കും ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ചുമ്മാ നോക്കിയാൽ മതി. തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ഓൾ ഇന്ത്യ കോട്ട വഴി ചേരുന്ന തമിഴ്നാട്ടിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ റാങ്കുകൾ നോക്കിയാൽ മതി. മുഴുവൻ നമ്മുടെ കുട്ടികളാണ്. കാരണം പഠിക്കേണ്ടതിനെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം.
നമ്മുടെ അവിടെ അത്രയും നന്നായിട്ട് അവർ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ടോപ്പായിട്ട് വരുന്ന നിൽക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. അത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും, ഹൈദരാബാദ് ആണെങ്കിലും പ്രൈവറ്റ് മേഖലകളാണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുക, അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിന് ചേരുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമെടുക്കേണ്ട സമയം. എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലേത് വേണമെന്നുള്ളത് തീരുമാനം എടുത്താൽ മതിയാകും. സർ, അതുപോലെ ആദ്യത്തെ ഒരു അലോട്ട്മെൻറ്റ് ഏതായിരിക്കും? ഇപ്പോൾ ഓൾറെഡി എയിംസ് BSc നഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഓക്കെ. 1444 ജനറൽ മെറിറ്റുള്ള കുട്ടികൾക്ക് വരെ എയിംസിൻ്റെ ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം കിട്ടിയിട്ടുണ്ട് BSc നഴ്സിംഗിന്. ഓക്കെ. അപ്പോൾ ആ മേഖലയെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ, ഒരു വ്യക്തിക്ക് അവൻ്റെ പ്രൊഫൈൽ, അവൻ്റെ ജീവിതം തന്നെ ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് മാറ്റാവുന്ന ഒരു പ്രോഗ്രാം എയിംസ് BSc നഴ്സിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് വന്നത്. നമ്മുടെ ഒട്ടുമിക്ക കുട്ടികൾക്കും അതിനകത്ത് പ്രവേശനം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരൊക്കെ കോളേജുകളിലോട്ട് പോകേണ്ട സമയമാണ്. ജൂലൈ 26-ാം തീയതിക്കുള്ളിൽ ആ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം. അതാണിപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇനി നാളെ വരാൻ പോകുന്നത് ഐസറാണ്. ഐസറിൻ്റെ 4 റൗണ്ടുകളും ഓൺലൈനാണ്. നമ്മൾ ഫീസ് അടച്ചാൽ മാത്രം മതി. നമുക്ക് ഏതെങ്കിലും ഒരു ഐസറിൽ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കണം. കേരള എഞ്ചിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു. അതിന് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആരും പോയി ചേരേണ്ടതായിട്ടില്ല. കേരള എഞ്ചിനീയറിങ്ങിന് ഇപ്പം മെഡിക്കൽ എഴുതുന്ന വിദ്യാർത്ഥികളായിരിക്കാം, B.Pharm എഴുതിയവരായിരിക്കാം. പക്ഷേ കേരള എഞ്ചിനീയറിംഗിൽ ഒരു റാങ്ക് ഉണ്ട്, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഫീസ്, അത് ഗവൺമെൻറ് മേഖലയാവാം, അർദ്ധ സർക്കാർ മേഖലയാകാം, സ്വകാര്യ മേഖലയായിരിക്കാം, അവരെത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നുള്ളത് അവരുടെ പ്രൊഫൈൽ വരും. ആ എമൗണ്ട് നിശ്ചിത തീയതിക്കുള്ളിൽ അടയ്ക്കുക. അപ്പോൾ ആ സീറ്റ് ഉറപ്പായി. ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് ഉറപ്പായി. ഇനി അങ്ങോട്ട് വേണമെങ്കിലും എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ 2ാം ഘട്ടത്തിലോട്ട് പോകാം, മെഡിക്കൽ അലോട്ട്മെൻറ്റുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ B.Pharmലോട്ട് പോകാം, ഏത് അലോട്ട്മെൻറ്റിലോട്ട് അവർക്ക് പോകാം. അപ്പോൾ ഇപ്പം ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് വന്നിട്ട് അത് താല്പര്യമാണെന്നുണ്ടെങ്കിൽ എടുക്കുക. ഇനി എഞ്ചിനീയറിംഗ് എടുത്തില്ല എന്നോർത്തുകൊണ്ട് മെഡിക്കലിൻ്റെ അഡ്മിഷനെയോ B.Pharmൻ്റെ അഡ്മിഷനെയോ ബാധിക്കത്തുമില്ല. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റാണ് പിന്നെ വന്നിരിക്കുന്നത്. പിന്നെ വരാൻ പോകുന്നത് കർണാടകത്തിൻ്റെ ഓപ്ഷൻ എൻട്രിയാണ്. നമുക്കറിയാം, കർണാടകത്തിലെ മെഡിക്കൽ കോളേജുകളിൽ MBBS BDSൽ നമുക്ക് പ്രൈവറ്റ് സീറ്റുകളാണ് കിട്ടുക. 12 ലക്ഷം രൂപ വാർഷിക ഫീസുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 8,60,000 രൂപയുടെ MBBS സീറ്റുകൾ, BDS സീറ്റുകൾ, ഇതൊക്കെയാണ് നമുക്ക് കർണാടകത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കർണാടകേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഗവൺമെൻറ് കോളേജുകൾക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് നാളെ മുതലാണ്. അവർക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയമാണ്. അതിൻ്റെ സൈറ്റിൽ ഇപ്പോൾ സെൻറ്റ് ജോൺസിന് പോയി വെരിഫിക്കേഷൻ കഴിഞ്ഞവർ, കർണാടകത്തിലെ എലിജിബിലിറ്റി ഉള്ളവർ, കർണാടകത്തിലെ കോളേജുകളിൽ മാനേജ്മെൻറ്റിന് പ്രൈവറ്റ് സീറ്റിന് അപ്ലൈ ചെയ്തവർ, കർണാടകത്തിലെ NRI സീറ്റിന് അപ്ലൈ ചെയ്തവരൊക്കെ CET ഓൺലൈൻ KEയുടെ വെബ്സൈറ്റിൽ ഓപ്ഷൻ എൻട്രികൾ ചെയ്യണം. അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കണം. അവിടെ നമ്മൾക്കറിയാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് സീറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് വന്നാൽ നമുക്കിപ്പോൾ വേണ്ട, അല്ലെ നമുക്കിപ്പോൾ വേണം, പിന്നീട് പരിഗണിക്കണം, അങ്ങനെ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. ആ രീതികളുള്ളത് കൊണ്ട് അവിടെ ഓപ്ഷൻ വെക്കുന്നതിന് ആർക്കും ബുദ്ധിമുട്ട് വരില്ല, സേഫാണ്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഓപ്ഷൻ അത് വെക്കുക. പിന്നെയാണ് 21-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പറയുന്നത് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. MBBSും BDSും BSc നഴ്സിംഗും ആണ് അതിനകത്തുള്ളത്. അതിൽ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ എത്ര റാങ്കുള്ളവരും ആവട്ടെ, ഒരു ഗവൺമെൻറ് MBBS സീറ്റ് വേണം. നമുക്കിതാണൊരു മാർഗം. MCCയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യാനേ മാർഗ്ഗമുള്ളൂ. MCCയുടെ സൈറ്റിൽ ഓപ്ഷൻ കൊടുക്കാം. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് BDS വേണം, എയിംസിൻ്റെ കോളേജിൽ പഠിക്കണം, ജിപ്മറിൽ പഠിക്കണം, ESI IP വാർഡായിട്ട് പഠിക്കണം, നമുക്ക് ഈ ഒരൊറ്റ വെബ്സൈറ്റേ മാർഗ്ഗമുള്ളൂ. MCCയുടെ സൈറ്റിൽ കൊടുക്കുക. ഡീംഡ് മെഡിക്കൽ കോളേജിൽ നമുക്ക് പഠിക്കണം, അതിനും ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. AFMCയിൽ പഠിക്കണം, ഈ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നമ്മൾ പങ്കെടുക്കണം. ഇത്രയും സീറ്റുകൾക്കാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 21-ാം തീയതി ആരംഭിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഘട്ടമാണുള്ളത്. അതിനുശേഷം നമുക്ക് എവിടെയൊക്കെ നമ്മളെ പരിഗണിക്കണം, ഓൾ ഇന്ത്യ കോട്ട, അതുപോലെ തന്നെ ESI, AFMC, ഡീംഡ് എന്നുള്ളതൊക്കെ എവിടെയൊക്കെ പരിഗണിക്കണം എന്ന് പറയണം. അതിനുശേഷം നമ്മൾ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് വരും. ജനറൽ വിഭാഗമാണെങ്കിൽ 11,000 രൂപ അടയ്ക്കണം. OBC വിഭാഗമാണെങ്കിൽ 5,500 രൂപ അടയ്ക്കണം. ഡീംഡ് കോളേജുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2,05,000 രൂപ അടയ്ക്കണം. അത്രയും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ.
ആ ഓപ്ഷൻസ് കൊടുക്കാൻ 28-ാം തീയതി വരെ അവസരമുണ്ട്. ആ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുക. അപ്പം ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ പറഞ്ഞു, ഒരു ഗവൺമെൻറ് സീറ്റിനാണ് ആ താല്പര്യമെങ്കിൽ, അല്ല ഒരു ഗവൺമെൻറ് BDSനാണ് താല്പര്യമെങ്കിൽ, അല്ല എയിംസിനാണെങ്കിൽ, അല്ല ESI കോട്ടയാണെങ്കിൽ മുഴുവൻ ഓപ്ഷൻസും വെക്കണം. ഓക്കെ. അവിടെ ഒരു സേഫായിട്ടുള്ളവർ ഇപ്പോൾ 5,000 റാങ്ക് ഉണ്ടല്ലേ, 10,000 റാങ്ക് ഉണ്ടല്ലേ, 15,000 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സെലക്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ 25,000 റാങ്ക് ആണെങ്കിലും 20,000 റാങ്ക് ആണെങ്കിലും അല്ല 30,000 ഒക്കെ ആണെങ്കിലും മാക്സിമം ഓപ്ഷൻസ് ആദ്യത്തെ റൗണ്ടിൽ വെക്കണം. ഓക്കെ. ESI IP വാർഡാണെങ്കിൽ 11 കോളേജാണ് ഇപ്പോൾ ആദ്യത്തെ റൗണ്ടിലുള്ളത്. 11 കോളേജ് ഓപ്ഷനിൽ വെക്കണം. അവിടെ പലരും കാണിക്കുന്ന അബദ്ധം, ഇപ്പം ബീഹാറാണ് അല്ലെ രാജസ്ഥാനാണ് എന്ന് പറഞ്ഞ് ചില ഓപ്ഷൻസ് വെക്കില്ല. അലോട്ട്മെൻറ്റ് അപ്പോൾ അതിനേക്കാളും കുറഞ്ഞുള്ള ആൾക്കാർ അത് എടുത്തുകൊണ്ട് പോയാൽ പിന്നെ നമുക്ക് കിട്ടുകയല്ലോ. അതുകൊണ്ട് ESI IP വാർഡുള്ളവർ നിർബന്ധമായിട്ട് മുഴുവൻ ഓപ്ഷൻസും വെക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജിൽ അവനവൻ്റെ ഫീസിന് ഒതുങ്ങുന്ന തരത്തിൽ 16 ലക്ഷം, 18 ലക്ഷം, 20 ലക്ഷത്തിനൊക്കെ ഫീസ് കുറഞ്ഞ ഡീംഡ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ വെക്കണം. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് റൗണ്ട് കൂടുന്തോറും എമൗണ്ട് കൂടിയ കോളേജുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അവരെല്ലാം MBBS, BDS, BSc നേഴ്സിങ്ങിന് MCCയുടെ സൈറ്റ് വഴി ഓപ്ഷൻ കൊടുക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികൾക്ക് ഓൾ ഇന്ത്യ തലത്തിലുള്ള അഡ്മിഷൻ. അത് 21. സർ, അതുപോലെ തന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേരള മെഡിക്കലിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് എങ്ങനെയായിരിക്കും, അലോട്ട്മെൻറ്റ്? അതെ, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും നാളെ 21-ാം തീയതിയാണ്. ഡേറ്റ് നീട്ടുമെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. നീറ്റിന് അപേക്ഷിച്ചിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും കേരളൈറ്റ്സ് ആയിട്ടുള്ളവർ, കേരളക്കാരായിട്ടുള്ള നീറ്റിന് അപേക്ഷിച്ചിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ട സമയവും കൂടിയാണിപ്പോൾ. അതും നാളെ വൈകുന്നേരം അവസാനിക്കും. നാളെ 4 മണിക്ക് മുമ്പായിട്ട് എല്ലാവരും കേരള മെഡിക്കൽ ആൻഡ് അലൈഡ് എന്ന് കൊടുത്തിരിക്കുന്ന എല്ലാവരും നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരളയുടെ സൈറ്റിൽ ആഡ് ചെയ്ത് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അവനവൻ്റെ ഡേറ്റ തന്നെയാണെന്ന് ഉറപ്പാക്കി സബ്മിറ്റ് ചെയ്യണം. ഒരു 25-ാം തീയതിയോടുകൂടി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതൊരു ലിസ്റ്റായിട്ടാണ് പ്രസിദ്ധീകരിക്കുക. നീറ്റിൻ്റെ സ്കോറ്, ഓൾ ഇന്ത്യ റാങ്ക്, അതനുസരിച്ച് നമുക്കിവിടെ കിട്ടുന്ന ഒരു റാങ്ക് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ഏതാണ്ട് ഒരു 28-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ആകുമ്പോഴത്തേക്കും കാറ്റഗറി റാങ്ക്, ഓരോ കാറ്റഗറിയിലും നമ്മളുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രാമത്തെ സ്ഥാനമാണ്. ഉദാഹരണം, മുസ്ലിമിൽ 1300 കേരള റാങ്ക് ആയിരിക്കും. ഈ 1300 മുസ്ലിമിൻ്റെ റാങ്ക്, OBC റാങ്ക് എത്രാമത്തെ സ്ഥാനമാണ്, എത്രാമത്തെ MU കാറ്റഗറിയിൽ വരുന്ന ആളെന്നുള്ളതിൻ്റെ ആ കാറ്റഗറിയുടെ പൊസിഷൻ നമുക്കറിയാം. സ്പോർട്സിൽ നമ്മൾ എത്രാമത്തെ റാങ്കുകാരാണെന്നറിയാം. NRIയിൽ നമ്മൾ എത്രാമത്തെ ആളാണെന്നറിയാം. അങ്ങനെ നമുക്ക് പ്രവേശനത്തിന് കുറച്ചും കൂടി നമുക്ക് കിട്ടുമോ ഇല്ലയോ, ഏതാണ് കിട്ടാൻ പോകുന്നത് കുറേ കൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ കാറ്റഗറി റാങ്ക് വരും. ഓഗസ്റ്റ് 1-ാം തീയതി ആകുമ്പോഴേക്കും കേരളയുടെ സൈറ്റിൽ ഓപ്ഷൻ എൻട്രി, നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കേണ്ട ഒരു 3, 4, 5 ദിവസങ്ങളായിരിക്കും ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഓപ്പൺ ചെയ്ത് തരിക. അത് ആഗസ്റ്റ് 1-ാം തീയതിയോടുകൂടി വരും. 5,000 രൂപ അടച്ച് നമ്മൾ ഓപ്ഷൻ എൻട്രി ചെയ്യണം. അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 8-ാം തീയതിയോടുകൂടിയൊക്കെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദത്തിൻ്റെയൊക്കെ ഏതാണ്ട് ആഗസ്റ്റ് 12-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി ഒക്കെ ആകുമ്പോൾ MBBS BDSൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ട് അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റും ആരംഭിക്കും. അതിന് നമുക്ക് ആദ്യം MBBS BDS മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 10-ാം തീയതിക്ക് ശേഷം അലൈഡ് കോഴ്സിൻ്റെ ഓപ്ഷൻ എൻട്രി വിളിക്കും. അതിനകത്തും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഓപ്ഷൻ കൊടുക്കാം. BPharmൻ്റെ റാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും അലൈഡ് കോഴ്സുകൾക്ക് കൂട്ടി അവർക്ക് BPharmൻ്റെ കോളേജിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് അഗ്രികൾച്ചറിനേക്കാളും താല്പര്യം BPharm ആണെങ്കിൽ BPharmൻ്റെ ഓപ്ഷൻ ആദ്യം കൊടുക്കാം. അല്ല അഗ്രികൾച്ചറാണ് താല്പര്യമെങ്കിൽ അത് ആദ്യം കൊടുക്കാം. ഇപ്പോൾ 2 റാങ്ക് ലിസ്റ്റിലുള്ളവർ, BPharmൻ്റെ റാങ്ക് ലിസ്റ്റിലും മെഡിക്കലിൻ്റെ റാങ്ക് ലിസ്റ്റിലും ഉള്ളവർക്ക് അവർക്ക് ഏതാണോ കൂടുതൽ താല്പര്യം അതനുസരിച്ച് കോഴ്സുകളുടെ പ്രിഫറൻസ് ഓർഡറും കൊടുക്കാനായിട്ടുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ എല്ലാ അലോട്ട്മെൻറ്റുകളുടെയും ഷെഡ്യൂളുകളായിട്ടുണ്ട്. കൃത്യമായിട്ട് വെബ്സൈറ്റുകൾ ഡെയിലി എന്നും എല്ലാ വെബ്സൈറ്റുകളും, ഐസറിൻ്റെ വെബ്സൈറ്റ്, MCCയുടെ വെബ്സൈറ്റ്, കേരളയുടെ വെബ്സൈറ്റ് എല്ലാം നിരന്തരം നോക്കുകയും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. സർ, ഈ ഒരു MBBS BDSൻ്റെ കേരള ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റും അതുപോലെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റും തമ്മിലുള്ളൊരു ബന്ധം എന്തായിരിക്കാം? നമുക്ക് നമുക്ക് അതിനകത്തുള്ള സീറ്റുകളുടെ പ്രാധാന്യം, ഒന്ന് കേരളം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് MBBS ആണ് താല്പര്യമെങ്കിൽ, ഗവൺമെൻറ് BDS ആണ് താല്പര്യമെങ്കിൽ, AFMC ആണ്, എയിംസ് ആണ്, ജിപ്മർ ആണ്, ESI ആണ്, ഡീംഡ് ആണ് താല്പര്യമെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമേ മാർഗ്ഗമുള്ളൂ. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം.
കേരളത്തിലെ ഒരു ഗവൺമെൻറ് കോളേജുകളിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ കേരള റാങ്ക് വഴി കിട്ടാനാണ് ബെറ്ററായിട്ട് കിട്ടാൻ സാധ്യത. ഓക്കെ. കേരള റാങ്ക് ഉണ്ട്, കേരള മെഡിക്കൽ റാങ്ക് ഉണ്ട്, കേരളത്തിലൊരു കോളേജിലാണ് പഠിക്കാൻ താല്പര്യം. ആ കുട്ടിക്ക് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ബെറ്റർ കോളേജ് കിട്ടുക. ഓക്കെ ഓക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യും? കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അപ്പം പങ്കെടുക്കുന്ന കോളേജുകളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാകുകയും അതനുസരിച്ച് 2 അലോട്ട്മെൻറ്റും കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യയിൽ 4 അലോട്ട്മെൻറ്റ് ഉള്ളപ്പം ഈ 4 അലോട്ട്മെൻറ്റിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിനകത്തോട്ട് പ്രവേശിക്കാം. ഫസ്റ്റ് റൗണ്ട് ഓൾ ഇന്ത്യ കൊടുത്തില്ലെന്നോർത്ത് കുഴപ്പമില്ല, സെക്കൻഡിൽ കൊടുക്കാം. AFMC ഉണ്ടാകുകയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെക്കാളും കുറഞ്ഞ റാങ്കുകാർ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയേക്കാം സീറ്റുകൾ. നമുക്ക് വേക്കൻസി ഉള്ള സീറ്റിന് വേണ്ടിയിട്ട് വേണേൽ 2ാമത്തെ റൗണ്ടിൽ പുതിയതായിട്ട് കൊടുക്കാം, 3ാമത്തെ റൗണ്ടിലും പുതിയതായിട്ട് കൊടുക്കാം. ആദ്യത്തെ റൗണ്ടിൽ 5 കോളേജ് വെച്ചാൽ ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിൽ വേണേൽ 15 കോളേജ് വെക്കാം, ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടത്തിൽ വേണേൽ 100 കോളേജ് വെക്കാം. അപ്പം ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻ്റ് എല്ലാം ഇൻഡിവിജ്വലാണ്, ഏത് ഓപ്ഷനും എപ്പോൾ വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാം. പക്ഷെ കേരളത്തിൽ നേരെ തിരിച്ചാണ്. കേരളത്തിൽ ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരമേ ഉള്ളൂ. ഈ ഗവൺമെൻറ് MBBS 12 കോളേജുകൾ വെക്കാൻ ഒറ്റ അവസരമേ ഉള്ളൂ. പലർക്കും അബദ്ധം പറ്റും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ചർച്ച ചെയ്തതാണ്. നമ്മളിങ്ങനെ പറഞ്ഞാൽ പോലും മിക്ക കുട്ടികളും കുറേ ആ കോളേജുകൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തോ മോശമാണെന്ന് വിചാരിച്ച് കുറച്ച് കോളേജുകൾ ഒഴിവാക്കും. അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ റാങ്കിനനുസരിച്ച് ഒരു സീറ്റും കിട്ടാതെ വരുമ്പം അയ്യോ ആ സീറ്റാണെങ്കിലും മതിയായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഓപ്ഷൻ വെക്കാൻ ഒറ്റ അവസരമേ ഉള്ളൂ. നമ്മളുടെ പ്രിഫറൻസിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്നത് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. അത് കിട്ടാൻ അർഹതയുണ്ട്, അത് കിട്ടും എന്ന് പറഞ്ഞ് താഴെ ഒരു ഓപ്ഷൻ വെക്കുന്നതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ? ഒരിക്കലുമില്ല. ഓപ്ഷൻ വെക്കാൻ ഒരവസരമേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻ എല്ലാവരും കൊടുക്കണം കേരളത്തിൽ. ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഓൾ ഇന്ത്യ വേണേൽ പിന്നെയും കൊടുക്കാം. പക്ഷേ കേരളത്തിൽ ഓപ്ഷൻ വെക്കാൻ ഒരവസരമേ ഉള്ളൂ. ഇനി ഗവൺമെൻറ് MBBSന് ശേഷം സെൽഫ് ഫിനാൻസിങ് MBBSന് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ എല്ലാ ഓപ്ഷനും വെച്ചോണം. പലരും വിചാരിക്കും ഗവൺമെൻറ് ഈ സെൽഫ് ഫിനാൻസിങ് ഒക്കെ ആദ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് തരാൻ അർഹത ഉണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് തരികയില്ല. സെൽഫ് ഫിനാൻസിങ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സെൽഫ് ഫിനാൻസിങ് തരുമെന്ന്. റാങ്കിനാണ് പ്രാധാന്യം. നമ്മളുടെ റാങ്ക് വരുമ്പോൾ നമ്മളുടെ 1ാമത്തെ ഓപ്ഷൻ മുതൽ പരിഗണിച്ച് നമുക്കൊരു വേക്കൻസി തരും. അവിടെ ഗവൺമെൻറ് കിട്ടാൻ അർഹതയുണ്ട്, തീർച്ചയായിട്ടും ഗവൺമെൻറ് തന്നിരിക്കും. അല്ലാതെ സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെ കോളേജുകൾ താഴെ കൊണ്ടുവച്ചു എന്ന് വിചാരിച്ച് ആദ്യം സെൽഫ് ഫിനാൻസിങ് തരികയില്ല. നമ്മളുടെ റാങ്ക് വരുമ്പം നമ്മളുടെ മുഴുവൻ ഓപ്ഷനും മുകളിൽ നിന്ന് നോക്കിയിട്ട് ആദ്യത്തെ വേക്കൻസി തരും. അപ്പം ഗവൺമെൻറ് കിട്ടാൻ സാധ്യതയില്ല, സെൽഫ് ഫിനാൻസിങ് MBBSലാണ് പോകേണ്ടതെങ്കിൽ ആദ്യം തന്നെ വെച്ചോണം. ഗവൺമെൻറ് MBBS 12 കഴിഞ്ഞിട്ട് 13, 14, 15, 16 എന്നും പറഞ്ഞുകൊണ്ട് സെൽഫ് ഫിനാൻസിങ് MBBS വെച്ചോണം. ഇനി അതിനല്ല BDSനാണ് പോകേണ്ടതെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ താഴെ BDS വെച്ചോണം. സെൽഫ് ഫിനാൻസിങ് BDS ആണെങ്കിൽ അത് വെച്ചോണം. NRI സീറ്റിനുള്ളവരാണെങ്കിൽ NRI സീറ്റ് ആദ്യം തന്നെ വെച്ചോണം. 2ാം ഘട്ടത്തിലോ 3ാം ഘട്ടത്തിലോ ഒരു കാരണവശാലും ഈ ഓപ്ഷൻ ഒന്നും വെക്കാൻ കേരള എൻട്രൻസ് കമ്മീഷൻ അനുവദിക്കുകയില്ല. അത് ഒരു സ്റ്റേറ്റിലും അനുവദിക്കുകയില്ല. ഓൾ ഇന്ത്യ കോട്ട മാത്രമേ ഉള്ളൂ ഇൻഡിവിജ്വൽ. ഈ കർണാടക ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ ഒറ്റ അവസരമേ ഉള്ളൂ. മാക്സിമം ഓപ്ഷൻ ആദ്യം വെച്ചോണം. ആദ്യം താഴോട്ട് നമ്മുടെ പ്രിഫറൻസ് വെച്ച് നിർത്തി യാതൊരു അപകടവും ഇല്ല. നമുക്ക് 2ാം ഘട്ടത്തിലോട്ട് 3ാം ഘട്ടത്തിലോട്ടൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓപ്ഷൻ വെക്കാൻ ഒറ്റ അവസരമേ ഉള്ളൂ എന്നുള്ളതാണ് കേരളയുടെ പ്രാധാന്യം. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും കുറേ കുട്ടികളെങ്കിലും ഓപ്ഷൻസ് വെക്കാത്തത് കൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടാതെ പോകും. നമുക്ക് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് റാങ്ക് 10,000 ആയിരിക്കാം, നമുക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ ഒരു പ്രവേശനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ചില കുട്ടികളെങ്കിലും ചില കോളേജുകൾ വെക്കുകയില്ല. അവരോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ആ കോളേജുകൾ ലാസ്റ്റ് റാങ്ക് പോകുന്ന കോളേജുകളാണ് വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? കുറേ കോളേജുകൾ അങ്ങ് ഒഴിവാക്കിയിട്ട് വെക്കും. അവസാനം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പം ഒന്നും കിട്ടിയില്ല. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. 2ാം ഘട്ടത്തിൽ ആ കുട്ടിയെ പരിഗണിക്കും, അത് ശരിയാണ്. പക്ഷേ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ മാക്സിമം ഓപ്ഷൻ ഒറ്റ അവസരമേ ഉള്ളൂ നമുക്ക് ഓപ്ഷൻ വെക്കാമെന്നുള്ളത് ഓർത്താൽ മാത്രം മതി. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് മുഴുവൻ ഓപ്ഷൻസും കൊടുക്കുക. അത് കേരളത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൽ ഏത് ചേർന്നാലും, ഓൾ ഇന്ത്യ ചേർന്നാലും കേരളയിൽ ചേർന്നാലും നമുക്ക് ഹയർ ഓപ്ഷനിലോട്ട് പോകാം. 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലോട്ടും ഒക്കെ നമുക്ക് പോകാം. പിന്നെ ഓൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പരിഗണിക്കില്ല, കേരളമാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ പരിഗണിക്കില്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് 3ാം റൗണ്ട് വരെ പോകാം. ഒരു അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ലെങ്കിൽ 4ാമത്തെ റൗണ്ടിൽ നമ്മളെ പരിഗണിച്ച് നമുക്കൊരു സീറ്റ് തരികയും ചെയ്യും. അപ്പം അതാണ് അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത. കൃത്യമായിട്ടും എന്നും 2 വെബ്സൈറ്റുകളും
ഓൾ ഇന്ത്യയുടെ വെബ്സൈറ്റുകളിലും കേരളയുടെ വെബ്സൈറ്റുകളും നിരന്തരം പരീക്ഷിക്കുക, നിരന്തരം നിരീക്ഷിക്കുക. കാരണം പുതിയ കോളേജുകളൊന്നും വരുന്നത് ചിലപ്പോൾ അറിയില്ല. പുതിയ കോളേജുകൾ വരാം, നിയമങ്ങൾ മാറാം, രണ്ടാം ഘട്ടത്തിന് ശേഷമൊക്കെ ചിലപ്പോൾ ക്വിറ്റ് ചെയ്യാൻ അനുവദിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ടത്തിന് ശേഷം മാറാൻ പറ്റില്ലെന്ന്. കഴിഞ്ഞ വർഷം ബീഹാർ, മധ്യപ്രദേശുള്ള പല സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് കൗൺസിലിംഗ് താമസിച്ചതുകൊണ്ട് രണ്ടാം ഘട്ടം കഴിഞ്ഞിട്ട് മാറാൻ അവസരം കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്നും നമ്മൾ വെബ്സൈറ്റുകൾ നോക്കണം. വെബ്സൈറ്റുകളിൽ വരുന്ന പുതിയ അപ്ഡേഷൻസ് നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അലോട്ട്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അലോട്ട്മെൻറ്റ് വെക്കാനായിട്ടുള്ള ആ ഒരു ഓർഡർ അത് നമുക്കറിയാം. നമുക്ക് 2024 റാങ്ക് ഓർഡർ, അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള കോളേജുകൾ, കോഴ്സുകൾ, ഫീസ്, അങ്ങനെയുള്ളതെല്ലാം ബാധകമാക്കിയിട്ട് പ്രിഫറൻസ് ഓർഡർ മാക്സിമം കൊടുക്കുന്നതാണ് അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു കോളേജ് കിട്ടും. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് കോളേജോ അല്ലെങ്കിൽ MBBS ഒരു സീറ്റും BDS ഒരു സീറ്റും അല്ല കിട്ടുന്നത്. നമ്മളുടെ പ്രിഫറൻസ് ഓർഡറിൽ ഒരു സീറ്റ് കിട്ടും. ആ സീറ്റിൽ നമ്മൾ കോളേജിൽ പോയി ചേരുകയും ചെയ്യുക. അതാണ് മെഡിക്കൽ അലോട്ട്മെൻറ്റ്. അത് കോളേജിൽ ചെല്ലേണ്ട പ്രവേശന നടപടികൾ. സാർ, ഇപ്പോൾ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സുകളെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ഇനി അതിനുശേഷം നമ്മൾ ഈ കോളേജുകളിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, ആ ഒരു കാര്യത്തെക്കുറിച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാം. ഇപ്പം നമുക്ക് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്കൊരു സീറ്റ് കിട്ടി. അത് ഫ്രീ എക്സിറ്റാണ്, അത് എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞാൻ പറയുന്ന, അല്ലെ നമ്മൾ പറയുന്നത് ആ കോളേജിൽ പോയി നോക്കണം. നമ്മൾ ഈ പലപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ അബദ്ധ ധാരണയാണ് ചില കോളേജുകൾ, ചില സംസ്ഥാനങ്ങൾ ഒക്കെ മോശമാണെന്നുള്ളത്. പക്ഷേ എല്ലാം അതാത് സംസ്ഥാനങ്ങളിലെ ഏറ്റവും നല്ല കോളേജുകളാണ്, അല്ലേ? നമ്മുടെ ഇവിടെ ഓരോ കോളേജിൻ്റെ പേര് പറയുന്ന പോലെയാണ് അതാത് സംസ്ഥാനങ്ങളുടെ കോളേജുകൾ. അത് മെഡിക്കൽ കോളേജുകൾ ഓരോ സംസ്ഥാനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർ ഏറ്റവും കരുതലോടുകൂടിയാണ് എല്ലാ മെഡിക്കൽ കോളേജുകളെയും കാണുന്നത്. അതുകൊണ്ട് പോകാതിരിക്കരുത്. ഫസ്റ്റ് റൗണ്ടിൽ കോളേജുകൾ പോയി നോക്കുക. എയിംസ് ആവാം. ഇപ്പോൾ ചിലർക്കൊക്കെ ഉണ്ട് എയിംസിൻ്റെ മംഗളഗിരി, കല്യാണി, ഡിയോഗ്, ബിബി നഗർ, അങ്ങനെയുള്ള കോളേജുകളെ അവിടെയൊന്ന് പോയി നോക്കണം. അവിടെയൊന്ന് പോയി നോക്കിയിട്ട് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മളൊരു തീരുമാനത്തിലെത്താവുള്ളൂ. ഫസ്റ്റ് റൗണ്ടിൽ നമ്മളൊരു സീറ്റ് വന്നിട്ട് എടുക്കണം നിർബന്ധമൊന്നുമില്ല. ക്യാമ്പസ് കണ്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് എടുക്കണമെന്ന് നിർബന്ധമില്ല. എടുത്തു കഴിഞ്ഞാലും നമുക്ക് സ്റ്റേറ്റിലോട്ടും മാറാം, ഓൾ ഇന്ത്യയുടെ സെക്കൻഡിലോട്ട് മാറുകയും ചെയ്യും. സ്റ്റേറ്റ് റൗണ്ടിൽ കേരള അലോട്ട്മെൻറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കുകയും കോളേജിൽ ചേരുകയും ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ പരിഗണിക്കത്തേയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ 5 ദിവസത്തിനുള്ളിൽ പോയി ചേരുന്നു. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതിൻ്റെ ഒരു സെറ്റ് കോപ്പി, അതെല്ലാം സ്കാൻ ചെയ്തിട്ട് PDF ആയിട്ട് ഒരു ഫ്ലാഷ് മെമ്മറിയിലോ ഇമെയിലിലോ അല്ലെങ്കിൽ ഒരു CDയിലോ ഒക്കെ നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് ഫീസൊക്കെ ആയിട്ട് നമ്മൾ പോയി അടയ്ക്കുന്നു. ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ കോളേജിൽ പോയിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. സ്റ്റേറ്റ് കൗൺസിലിംഗ് ആണെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടയ്ക്കണം. ബാക്കിയുള്ള തുക കോളേജിൽ അടച്ചാൽ മതിയാകും. അതൊക്കെ ആ സമയത്തെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയും എങ്ങനെയാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതെന്ന്. പക്ഷേ മെഡിക്കലിൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് മുതൽ തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് അവിടെ അഡ്മിഷൻ എടുക്കണം. എന്നിട്ട് അടുത്തടുത്ത അലോട്ട്മെൻറ്റുകളിലോട്ട് നമുക്ക് മാറുകയും ചെയ്യാം. ഹയർ ഓപ്ഷനിലോട്ട് നമുക്ക് മാറുകയും ചെയ്യാം. അപ്പം കേരള അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എടുത്തില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ പരിഗണിക്കുകയില്ല. സാർ, ഇപ്പോൾ പറഞ്ഞു സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് അപ്ഗ്രേഡ് ചെയ്യാമെന്ന്. അതെങ്ങനെയായിരിക്കും? ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയാണ് നമ്മൾ ചേരുന്നതെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട MBBS അല്ലെങ്കിൽ ESI കോളേജുകളിൽ, അല്ലെങ്കിൽ എയിംസ്, ജിപ്മർ, അല്ലെങ്കിൽ ഡീംഡ് എവിടെയാണെങ്കിലും MBBS, BDS അല്ലെങ്കിൽ BSc നഴ്സിങ്ങോ ഓൾ ഇന്ത്യ തലത്തിലാണ് നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ കോളേജിൽ ചെന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഫീസ് എല്ലാം അടച്ച് കഴിയുമ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെല്ലുന്നത് പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് വില്ലിങ്നെസ് ചോദിക്കും. അടുത്ത 2 റൗണ്ടുകളിൽ പരിഗണിക്കണമോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ യെസ് എന്ന് പറയുക. നമുക്ക് ഇനി മാറ്റം കിട്ടിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും വില്ലിങ്നെസ് എസ് എന്ന് പറയുക. എന്ന് പറഞ്ഞ് നമ്മൾ മാറണമെന്ന് അടുത്തൊരു ഓപ്ഷൻ വെക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഓപ്ഷൻ വെക്കുകയും കിട്ടിയാൽ നിർബന്ധമായിട്ട് മാറണം. പക്ഷേ നമ്മൾ മാറണം എന്ന് ആഗ്രഹമുള്ള പോലെ വില്ലിങ്നെസ് എസ് പറയുക. അപ്പോൾ ആ പ്രിൻസിപ്പൾ നമുക്ക് വില്ലിങ്നെസ് അടുത്ത റൗണ്ടുകളിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഡ്മിഷൻ മെമ്മോ അടിച്ച് തരും, പ്രിൻ്റ് ചെയ്ത് തരും. 2ാം റൗണ്ടിൽ ഓൾ ഇന്ത്യയിൽ ആ കിട്ടിയിരിക്കുന്നതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള കോളേജുകൾ മാത്രമേ ഓപ്ഷനിൽ വെക്കാവുള്ളൂ. അവിടെ ഒരു സീറ്റ് കിട്ടിയാൽ നമ്മൾ ആദ്യത്തെ സീറ്റിൽ നിന്ന് അങ്ങോട്ട് പോയി മാറണം. അവിടെ നമ്മൾക്ക് ആദ്യത്തെ കിട്ടിയ കോളേജിൽ പോയിട്ട് എല്ലാം മേടിച്ചിട്ട് 2ാമത്തെ കോളേജിൽ പോയി ചേരണം ഓൾ ഇന്ത്യയിൽ. കേരളത്തിലാണെങ്കിൽ
നമുക്ക് വില്ലിങ്നെസ് ഒന്നുമില്ല. ഒന്നാം റൗണ്ടിൽ നമ്മൾ പോയി ചേരുന്നു. അപ്പോൾ പലരും ചോദിക്കും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്താൽ പോരെന്ന്. അങ്ങനെ ടെമ്പററി ഒരു അഡ്മിഷൻ ഒന്നും ഇല്ല. അഡ്മിഷൻ എടുക്കും, മുഴുവൻ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കണം. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൊടുക്കണം, മുഴുവൻ ഫീസും അടച്ചാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. ആ മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ എടുക്കുന്നു. കേരളത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടിയതിനേക്കാളും മുകളിലുള്ള ഓപ്ഷൻസിലോട്ട് നമ്മളെ പരിഗണിക്കുന്നത്. കിട്ടിയതിനേക്കാളും താഴെയുള്ളതെല്ലാം പോയി കിട്ടിയതിനേക്കാളും മുകളിലുള്ളിലോട്ട് നമുക്ക് മാറാനായിട്ട് കേരളത്തിൽ ഓപ്ഷൻ കൺഫർമേഷൻ അത് 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്താണ്. ആദ്യഘട്ടത്തിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, കോളേജിൽ പോയി പറയേണ്ടതില്ല. 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഹയർ ഓപ്ഷനിലോട്ട് നമുക്ക് പോവുകയും ചെയ്യാം. ഹയർ ഓപ്ഷൻ കിട്ടിയാൽ ആദ്യം കിട്ടിയത് പോയി നിർബന്ധമായിട്ടും 2ാമതിൽ പോയി ചേരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു അലോട്ട്മെൻറ്റ് വളരെ ലഘുവായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും അവനവൻ്റെ റാങ്ക് അനുസരിച്ച് എന്താണ് കിട്ടുന്നത്, എത്ര രൂപയാണ് ഫീസ് എന്നൊക്കെയുള്ളത് ഏകദേശം ധാരണയായിട്ടുണ്ട്. അതനുസരിച്ച് കോളേജുകളിൽ പോകാനായിട്ട് റെഡിയാവുക. നാളെ മുതൽ ഏതാണ്ട് സെപ്റ്റംബർ 28 വരെ നിൽക്കുന്ന കാലയളവിൽ മുഴുവൻ സീറ്റുകളുടെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളാണ് നടക്കുന്നത്. സർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ ഒരു സംശയമാണ്, കേരള അലോട്ട്മെൻറ്റിൽ ഫീസ് അടയ്ക്കുന്ന രീതിയും അഡ്മിഷൻ എടുക്കുന്ന രീതിയും ഒക്കെ എങ്ങനെയായിരിക്കും? കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ നമ്മൾ ഏതാണ്ട് ഈ ജൂലൈ 25-26 തീയതി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരും. ജൂലൈ 30 തീയതി അല്ലെ ഓഗസ്റ്റ് 1 തീയതി കാറ്റഗറി റാങ്ക് വരും. ഓഗസ്റ്റ് 1 മുതൽ കേരള അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഡേറ്റുകൾ വരും. ആ ഡേറ്റിൽ കേരള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 5000 രൂപ അടച്ച് നമ്മൾ ഓപ്ഷൻ എൻട്രിയിൽ പ്രവേശിക്കുന്നു. ആ എൻട്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് MBBS, സെൽഫ് ഫിനാൻസിങ് MBBS, ഗവൺമെൻറ് BDS, സെൽഫ് ഫിനാൻസിങ് BDS, അത്രയും ഓപ്ഷനിൽ നമുക്ക് താല്പര്യമുള്ളതൊക്കെ നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് സേവ് ചെയ്യാം. ഒരു ഓഗസ്റ്റ് 8-നോ 9-നോ 10-നോ ഒക്കെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പം നമ്മൾ ബാക്കിയുള്ള തുക, ഇപ്പോൾ ഗവൺമെൻറ് MBBS ആണെങ്കിൽ 24,000 രൂപ ഫീസ്, നമ്മളിപ്പോൾ ആകെ അടച്ചിരിക്കുന്ന 5,000 രൂപയാണ്. ബാക്കി 19,000 രൂപ എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടയ്ക്കുക. ഇനി സെൽഫ് ഫിനാൻസിങ് MBBS ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ 1,00,000 രൂപയാണ് നമ്മൾ എൻട്രൻസ് കമ്മീഷനൊക്കെ അടയ്ക്കേണ്ടത്. നമ്മൾ ആദ്യം 5,000 അടച്ചു, ബാക്കി 95,000 രൂപ എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടയ്ക്കുക. ആ വെബ്സൈറ്റ് വഴി തന്നെ അടയ്ക്കേണ്ടത്, അല്ലെ തിരഞ്ഞെടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി അടയ്ക്കാം. 1,00,000 രൂപ എൻട്രൻസ് കമ്മീഷൻ്റെ പേരിൽ അടയ്ക്കുന്നു. ബാക്കിയുള്ള തുക കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കുക. ഉദാഹരണത്തിന് ഗോകുലം മെഡിക്കൽ കോളേജ് കിട്ടിയെങ്കിൽ ഗോകുലത്തിൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പം ബാക്കിയുള്ള തുക അവരുടെ ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുണ്ട്. ആ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ റെസിപ്റ്റുമായിട്ട് പോയാൽ മതിയാകും. ബാക്കിയുള്ള ചിലവ്, ഹോസ്റ്റൽ ഫീസ്, ബിൽഡിംഗ് ഫണ്ട്, PTA ഫണ്ടൊക്കെ ബാക്കിയുള്ള എമൗണ്ട് ഉണ്ട്, അത് വേറൊരു അക്കൗണ്ട് തന്നിട്ടുണ്ട്. ആ അക്കൗണ്ടിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് ആണിൽ പോകേണ്ടത്. ഗവൺമെൻറ്റിലാണ് പോകേണ്ടതെങ്കിൽ ഗവൺമെൻറ്റിൽ ബാക്കി അടയ്ക്കേണ്ട PTA ഫണ്ടൊക്കെ നമ്മൾ ആ കോളേജിൻ്റെ ക്യാമ്പസിൽ ചെന്നിട്ട് അടച്ചാൽ മതിയാകും. BDS ആണെങ്കിലും ഗവൺമെൻറ് മേഖലയാണെങ്കിൽ 20,000 രൂപ ഫീസ്, 5,000 നമ്മൾ രജിസ്ട്രേഷൻ അടച്ചു, ബാക്കി 15,000 അടക്കണം. സെൽഫ് ഫിനാൻസിങ് BDS ആണെങ്കിൽ 3,30,000 രൂപ ഫീസ്, 1,00,000 രൂപ എൻട്രൻസ് കമ്മീഷനൊക്കെ അടയ്ക്കുക, ബാക്കി കോളേജിൽ അടയ്ക്കുക. എന്നിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഒരു സെറ്റ് കോപ്പിയും സോഫ്റ്റ് കോപ്പി സ്കാൻ ചെയ്തതുമായിട്ട് നമ്മൾ കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം എടുക്കുന്നതാണ് രീതി. അവിടെ രജിസ്ട്രേഷൻ ഫീസുണ്ട്, അത് നമ്മുടെ ട്യൂഷൻ ഫീസ് തന്നെയാണ്. അതിൻ്റെ ബാക്കിയാണ് എൻട്രൻസ് കമ്മീഷനൊക്കെ അടയ്ക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ കോളേജിൽ അടയ്ക്കുക എന്നുള്ളത് ഓർത്താൽ മതിയാകും. പിന്നെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വേണം. അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്ന ഒരു ദിവസത്തോളം പ്രോസസ്സാണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോകണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. അപ്പം ആ ഡേറ്റുകൾ ഒരു 5 ദിവസം ഉണ്ടാകും. കഴിവതും 1ാമത്തെ 2ാമത്തെ ദിവസം നമ്മൾ ചെല്ലുക. ഇനി ചില കോളേജുകൾ, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ ആണെങ്കിൽ ഓരോ റാങ്കിനനുസരിച്ച് ചെല്ലേണ്ട ഡേറ്റ് പറയും. ഇത്ര റാങ്കുള്ളവർ ഇന്ന ദിവസം വരിക എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അതൊക്കെ കോളേജിൻ്റെ സൈറ്റിലാണ് നോക്കേണ്ടത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നാണ് ഫസ്റ്റ് ഇയർ MBBS ചെല്ലേണ്ടതെന്ന് പറയും. അതനുസരിച്ച് നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റുമായിട്ട് അവിടെ ചെല്ലുക. ഒരു ദിവസത്തെ ഒരു പ്രോസസ്സാണ്. നമ്മളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ കയറി ഇറങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് വേണം നമ്മൾ ചെല്ലാനായിട്ട്. നല്ല അറിയാലോ, മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ഏരിയയാണ്. നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളും കയറി നന്നായിട്ട് നടന്ന് എല്ലാ അതൊക്കെ സഹായിക്കാനായിട്ട് അവിടെ ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. സ്റ്റുഡൻസ് യൂണിയനുകളെല്ലാം തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉണ്ട്. അവർ അഡ്മിഷൻ പ്രോസസ്സൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതിനെക്കുറിച്ചൊന്നും ബുദ്ധിമുട്ടില്ല.
ഇനി ഇൻ കേസ് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതിനൊക്കെ സാവകാശം തരും. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഏറ്റവും ഈസി ആയിട്ട് തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. സാർ ഇപ്പോൾ സാർ പറഞ്ഞത് വെച്ച് ശരിക്കും ക്ലാസ്സുകൾ തുടങ്ങുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും അല്ലേ? അതെ, ഇപ്പം MCCയുടെ ആ ഷെഡ്യൂളിനകത്ത് സെപ്റ്റംബർ 1 മുതൽ ഈ വർഷത്തെ MBBS ക്ലാസ്സുകൾ തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പിന്നെ കോളേജുകൾക്ക് തീരുമാനിക്കാം എന്നാണ് എക്സാക്ട്ലി ഡേറ്റ് എന്ന്. കാരണം ആ സമയത്ത് നമുക്ക് കേരളത്തിൽ ഓണമാണ്. അപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. എന്താണ് സെപ്റ്റംബർ 1 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അതിനുശേഷമാണ് 3ാം ഘട്ട അലോട്ട്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ 3ാം ഘട്ട അലോട്ട്മെന്റിന് എങ്ങനെയായിരിക്കണം വിദ്യാർത്ഥികളെ സമീപിക്കുന്നത്? ഇല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു കോളേജിൽ പോയി ചേർന്ന് കഴിഞ്ഞിട്ടാണ് അവർക്ക് അതിനേക്കാളും താല്പര്യമുള്ള കോളേജുകൾ ഹയർ ഓപ്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3ാം ഘട്ട അലോട്ട്മെന്റിൽ കൊടുക്കാം. എന്നിട്ട് മാറ്റം കിട്ടുകയാണെങ്കിൽ ഈ കോളേജിൽ നിന്ന് എല്ലാ ഇതും മേടിച്ചിട്ട് നേരെ 3ാം ഘട്ട അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജിൽ ചേരാം. അല്ല ക്ലാസ് തുടങ്ങിയെന്ന് വിചാരിച്ചുകൊണ്ട് 3ാം ഘട്ട അലോട്ട്മെന്റിനെ പരിഗണിക്കാതെ പോവില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും പങ്കെടുക്കാം. പിന്നെ സ്വാഭാവികമായിട്ടും 2ാം ഘട്ട അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ കുട്ടികൾക്കെല്ലാം താല്പര്യമാകും. നമുക്ക് ഈ അലോട്ട്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പിലാണ് പ്രിഫറൻസ് ഓർഡറും ലാസ്റ്റ് റാങ്ക് അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുന്നതൊക്കെ. ഒരു കോളേജിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം 2ാം ഘട്ടം കൊണ്ട് തന്നെ ഒരു 90% കുട്ടികളും അതായത് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കും. പിന്നെ ഒരു 10% മാത്രമേ ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് 3ാമത്തെ റൗണ്ടിൽ പങ്കെടുക്കുകയുള്ളൂ. എന്നാലും അങ്ങനെ പങ്കെടുക്കാം. നിയമപരമായിട്ട് അത് അനുവദനീയമാണ്. 3ാം ഘട്ടത്തിൽ പങ്കെടുത്തിട്ട് ആ കോളേജിലോട്ട് നമുക്ക് മാറാം. അറ്റൻഡൻസ് ഒക്കെ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരില്ല. പൈസയും ഇവിടുന്ന് അങ്ങോട്ട് മാറ്റം കിട്ടും. അതുകൊണ്ട് പൈസയൊന്നും നഷ്ടപ്പെടുകയില്ല. സാർ, ഇപ്പോൾ എഞ്ചിനീയറിംഗ്, ബിഫാം അതുപോലെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കൊക്കെ മാറിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 4ാം ഘട്ട നമ്മുടെ അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് MBBS BDSൻ്റെ അതിലേക്ക് മാറാൻ സാധിക്കും? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ ബിഫാമിന് അഡ്മിഷൻ എടുത്തു, അല്ലെങ്കിൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലുള്ള അഡ്മിഷൻ എടുത്തു. എന്നിട്ട് നമുക്ക് സെപ്റ്റംബർ 28 നടക്കുന്ന 4ാം ഘട്ട MBBSന്, അത് ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിലും കേരള തലത്തിലാണെങ്കിലും 4ാം ഘട്ടം വരെ നമുക്ക് പങ്കെടുക്കാം. അപ്പം ചിലപ്പോൾ എഞ്ചിനീയറിങ്ങിനൊക്കെ അടച്ച പൈസ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിനൊക്കെ അടച്ച പൈസ നഷ്ടപ്പെടാൻ സാധ്യത ചെറിയ എമൗണ്ട് അല്ലേ ഉള്ളൂ. പക്ഷേ അവർക്ക് പങ്കെടുക്കുകയും MBBS കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറുകയും ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. BDSനോ സെൽഫ് ഫിനാൻസിങ് MBBSനൊക്കെ എടുത്തിരിക്കുന്നതാണെങ്കിൽ 4ാം ഘട്ടത്തിൽ പരിഗണിക്കുകയുമില്ല. മറ്റുള്ള എല്ലാത്തിൽ നിന്നും 4ാം ഘട്ട MBBSൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് സ്ട്രേ വേക്കൻസിയിൽ തീർച്ചയായിട്ടും പരിഗണിക്കും. സാർ, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിലും കുട്ടികൾ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവുന്നത് ഈ ഒരു മെഡിക്കൽ അഡ്മിഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും. കാരണം ഈ വാക്സിനേഷനെ കുറിച്ചല്ല, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള പലതിനെക്കുറിച്ചും, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള പലതിനെക്കുറിച്ചും കുട്ടികൾക്ക് സംശയമുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കുട്ടികൾക്ക് എപ്പോൾ കിട്ടും? അതാത് വെബ്സൈറ്റ് വഴി. ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും, അത് ഗവൺമെൻറ് ആകാം, സ്വകാര്യമാകാം, MBBS ആകാം, BDS ആവാം, അഗ്രികൾച്ചർ, വെറ്റിനറി ആവാം, അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഇന്ന സർട്ടിഫിക്കറ്റുകളും ഇവയുടെ കോപ്പിയും ഇവയുടെ സോഫ്റ്റ് കോപ്പിയുമായിട്ടാണ് വരേണ്ടതെന്നുള്ളതുണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെല്ലേണ്ടത്. അതിലിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇല്ലാതെ പോയി, ഇപ്പം മെയിൻ TC ആണ്. TC +2, പിന്നെ നീറ്റിൻ്റെ സ്കോർ കാർഡ്, അഡ്മിറ്റ് കാർഡ്, അതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. അതല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റുകൾ, ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ വാക്സിനേഷൻ, അല്ലെ ഗ്യാപ്പ്, അല്ലെ എലിജിബിലിറ്റി, അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, അല്ല ബോണ്ട്, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അതൊക്കെ ക്ലാസ് തുടങ്ങും, പിന്നെ കൊടുത്താൽ മതിയാകും. അപ്പം ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷന് പോകേണ്ട ഡേറ്റ് താമസിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, TC, കോണ്ടാക്റ്റ്, മൈഗ്രേഷന്, നീറ്റിൻ്റെ സ്കോർ കാർഡ്, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്നിവയുണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റ് മെമ്മോയും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി അഡ്മിഷൻ എടുക്കാം. മറ്റേത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും അതൊക്കെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാകും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു സംശയത്തിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ അതാത് വെബ്സൈറ്റുകളിൽ കൃത്യമായിട്ട് വരും എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. ആൻറ്റി റാഗിങ് നമുക്കറിയാം, ഇപ്പം എല്ലാം വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. ആൻറ്റി റാഗിങ്ങിന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴി നമ്മളുടെ കോളേജും അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ആൻറ്റി റാഗിങ്ങിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണം. ബോണ്ടൊക്കെ ചെയ്യേണ്ടത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ ആ കോളേജിൻ്റെ പേരിൽ ഈ സ്റ്റാമ്പ് പേപ്പറൊക്കെ എടുത്തിട്ടാണ് ബോണ്ട് ചെയ്യേണ്ടത്. അതൊക്കെ പിന്നെ നമ്മൾ രണ്ടാമത് ക്ലാസ് തുടങ്ങുമ്പോൾ കൊണ്ടുപോയാൽ മതിയാവും. സാർ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഈ വർഷത്തെ അലോട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി ആ വിദ്യാർത്ഥിക്ക് ഒരു സീറ്റ് ലഭിച്ചു 4ാം ഘട്ട ഇതിലെങ്കിലും. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് പിന്നീട്
ഈ ഒരു വർഷം കൂടി നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടാവും? 2026 എക്സാം എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? തീർച്ചയായും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റ് കയറി വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ 2026 നീറ്റിന് എക്സാമിന് എന്തെങ്കിലും കുഴപ്പമോ ഡീബാർ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എഞ്ചിനീയറിങ്ങിൻ്റെ വിഭാഗത്തിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. എഞ്ചിനീയറിങ്ങിന് നിങ്ങളൊരു സീറ്റ് കളയാതിരുന്നാൽ മതി. എഞ്ചിനീയറിങ്ങിൻ്റെ 3-ാം ഘട്ടത്തിലൊക്കെ ഒരു സീറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫർദർ അലോട്ട്മെൻറ്റുകൾക്ക് ചിലപ്പം അവർ പിന്നീട് ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിലൊക്കെ ഉൾപ്പെടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ അല്ല, 3-ാം റൗണ്ടിൽ വീണ്ടും ഓപ്ഷൻ കൊടുത്തിട്ട് എടുക്കാതിരുന്നാൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മെഡിക്കലിൻ്റെ MBBS BDS 1-ാം ഘട്ടം 2-ാം ഘട്ടം 3-ാം ഘട്ടത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതുകൊണ്ടോ സീറ്റ് എടുത്തില്ലെങ്കിലോ 2026 ബാധിക്കുകയില്ല. 2026 ബാധിക്കുന്നത് സ്ട്രേ വേക്കൻസി. 4-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുകയും ഓട്ടോമാറ്റിക്കായിട്ട് പരിഗണിക്കുകയില്ല. അതിന് പുതിയ ഓപ്ഷനാണ്. കേരള ആണെങ്കിൽ ഓൾ ഇന്ത്യ ആണെങ്കിൽ 4-ാം ഘട്ട സ്ട്രേ വേക്കൻസിയിൽ നമ്മൾ പുതിയതായിട്ട് കുട്ടികൾ ഓപ്ഷൻ കൊടുക്കുകയും അതിനകത്തൊരു സീറ്റ് അലോട്ടഡ് ആയിട്ട് MBBS BDS അലോട്ടഡ് ആയിട്ട് നമ്മൾ പോയില്ല, നമ്മളൊരു സീറ്റ് അവിടെ കളഞ്ഞതിന് തുല്യമല്ലേ? നമ്മളായിട്ടൊരു സീറ്റ് കളഞ്ഞു, കാരണം സ്ട്രേ വേക്കൻസി പുതിയതായിട്ട് ഓപ്ഷൻ വെച്ചു, എന്നിട്ട് നമ്മൾ സീറ്റ് എടുത്തില്ലെങ്കിൽ ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിൽ വരും. നമ്മൾ MBBS ഒക്കെ ആണെങ്കിൽ 10 ലക്ഷം രൂപ, അല്ലെങ്കിൽ BDS ആണെങ്കിൽ 5 ലക്ഷം രൂപയുടെയൊക്കെ ലിക്വിഡേഷൻ ഡാമേജിൻ്റെ പരിധിയിൽ വരും. പ്രോസ്പെക്ടസ് പ്രകാരം 2026 നീറ്റിൽ നിന്ന് അവരെ ഒഴിവാക്കുകയും ചെയ്യും. പക്ഷേ കുട്ടികളുടെ ഭാവിയെ വെച്ചൊന്നും ഒരിക്കലും കളിക്കില്ല. എങ്കിൽ പോലും അത് മാനുഷികമായിട്ട് ധാർമ്മികമായിട്ട് തെറ്റാണ്. നമ്മളായിട്ടൊരു സീറ്റ് കളയാൻ പാടില്ലല്ലോ, പോകാവുന്ന സീറ്റേ കൊടുക്കാവുള്ളൂ. അല്ലാതെ ഇതിന് ഇപ്പോൾ 2026 കുട്ടികൾ ഈ ആദ്യത്തെ 3 റൗണ്ടിൽ പങ്കെടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അവരുടെ റാങ്കിനനുസരിച്ച് എന്താണ് സാധ്യത എന്നുള്ളത് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. 2026 ബാധിക്കില്ല. സ്ട്രേ വേക്കൻസിയിൽ വെറുതെ കൊടുക്കരുതെന്ന് മാത്രം. 2025 നീറ്റ് എക്സാം വളരെ നിർണായകമായിരുന്നു. അതുപോലെ തന്നെ 2025 നീറ്റ് എക്സാമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മളിനി കോളേജുകളിലോട്ട് പോവുകയാണ്. യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മനസ്സിൽ നിഴലിക്കുന്നുണ്ടാവാം. എല്ലാവർക്കും വളരെ വ്യക്തമായി ആധികാരികമായി മറുപടി നൽകാൻ ഇത് ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമുണ്ട്. ഒപ്പം എല്ലാ ദിവസങ്ങളിലും കൃത്യം 7 മണിക്ക് ശിവൻ സാറിൻ്റെ ലൈവുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് കാണുന്നത്, അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ കമൻറ്റുകളിലൊക്കെ വരുന്ന കമൻസൊക്കെ എടുത്ത് വായിച്ചുകൊണ്ട് അവരുടെ മറുപടിയും ഒക്കെ ആയിട്ട് ശിവൻ സാറ് ലൈവുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ ലൈവുകൾ മിസ്സാക്കാൻ പാടില്ല. നമ്മുടെ സംശയങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടിയുമായി ശിവൻ സാർ എല്ലാ ദിവസവും ലൈവിലുണ്ട്. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.